നമ്മളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായിട്ട് തറയാണ് പണിയുക. തറ എന്നുള്ളതാണ് വീടിൻ്റെ അടിസ്ഥാനം. ആ തറ എത്രമേൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും ആ വീടിൻ്റെ ഉറപ്പ്. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല തൻ്റെ ഹിക്കമിൽ പറയുന്നുണ്ട്, മൻ അശറക്കത്ത് ബിദായത്തുഹു അശറക്കത്ത് നിഹായത്തുഹു എന്ന്. അതായത് ഒരുത്തൻ്റെ തുടക്കം നന്നായി കഴിഞ്ഞാൽ അവൻ്റെ പര്യവസാനം മനോഹരമാകുമെന്നാണ്. ഇതുപ്രകാരം തന്നെ നമ്മൾ ജീവിതത്തിൽ ധാരാളം വീഴ്ചകൾ വന്നിട്ടുണ്ടാകും. ഒരു വർഷം എന്നുള്ളത് നമ്മളൊരു തുടക്കമായി കാണുമ്പോൾ, നമ്മളൊരു ന്യൂ ഇയർ വരുമ്പോൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ നിന്നും കേൾക്കുന്നതാണ്, പുതിയ ഡിസിഷൻസ് എടുക്കണം, പുതിയൊരു ജീവിത പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം, ജീവിക്കണം എന്നുള്ളതൊക്കെ. ഇതുപ്രകാരം നമ്മളൊരു പുതിയൊരു വത്സരത്തിലേക്ക് കടന്നപ്പോൾ പുതിയൊരു ജീവിത പദ്ധതി എന്നോണം നമ്മൾ നല്ല നല്ല ആവിഷ്കാരങ്ങൾ, നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒരു നല്ലൊരു ജീവിതം ഉടലെടുക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഈ മുഹറം മാസത്തിൻ്റെ പവിത്രതകളെയും അതിലെടുക്കേണ്ട തീരുമാനങ്ങളെയൊക്കെ പറ്റി പറയുന്ന സമയത്ത് മുഹറം മാസം ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രിഗേറിയൻ കലണ്ടർ അല്ലാതെ ഹിജ്രി കലണ്ടറിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രമുണ്ട്. ഹിജ്റ 16-17 വർഷത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ഹിജ്രി കലണ്ടർ രൂപം കൊള്ളുന്നത്. ഒരു സമയത്ത് ഒരു സ്വഹാബി വന്ന് ഏതോ ഒരു വിഷയത്തിൽ ശഅബാൻ മാസത്തിൽ നടത്താമെന്ന ഒരു സംസാരം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ട്, ഏത് ശഅബാൻ മാസം? അതായത് വർഷങ്ങളില്ല, ശഅബാൻ മാസം ഓരോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഒരു ആശയം മുന്നോട്ട് വെക്കുകയാണ്, നമുക്ക് ഇസ്ലാമിൻ്റെ തന്നെ ഒരു കലണ്ടർ രൂപപ്പെടുത്തണം. മറ്റു റോമൻ എംപയറിനും അതുപോലെ തന്നെ പേർഷ്യൻ എംപയറിനും അവർക്കൊക്കെ രാജാക്കന്മാരുടെ ഭരണം തുടങ്ങുന്ന സമയം അല്ലെങ്കിൽ അവസാനിക്കുന്ന സമയം എന്നുള്ളതൊക്കെ നിലക്ക് അവർക്കെല്ലാവർക്കും കലണ്ടറുകളുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് ഒരു ഇസ്ലാമിക് കലണ്ടർ ഇല്ല. അതുകൊണ്ട് നമുക്ക് മുസ്ലിങ്ങൾക്ക് ഒരു ഇസ്ലാമിക് കലണ്ടർ വേണമെന്ന ആശയത്തിൽ എല്ലാവരും എത്തുകയാണ്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർഷം തുടങ്ങുമെന്നുള്ള ഒരു സംശയത്തിലേക്ക് എല്ലാവരും എത്തുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ നിർദ്ദേശങ്ങൾ കേൾക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം മുതൽ അല്ലെങ്കിൽ നുബുവത്ത് കിട്ടിയ ദിവസം മുതൽ തുടങ്ങാം, അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച അഭിപ്രായം, എല്ലാവരും ഏകോപിച്ച അഭിപ്രായം, ഹിജ്റ പോയ ആ ഒരു സമയത്തെ അതുമുതൽ നമുക്ക് വർഷത്തെ കലണ്ടർ തുടങ്ങുക എന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം വരുന്നത്. ഇതെല്ലാം നാം ഒരു അവസരമായിട്ടാണ് കാണേണ്ടത്. ഇലാഹായ തമ്പുരാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ തന്നിട്ടുണ്ട്. മനുഷ്യരിൽ വീഴ്ചകൾ വന്ന സമയത്ത് അവൻ്റെ പരിമിതികളെ മറച്ചു വെച്ചുകൊണ്ട് പരിധികളില്ലാതെ ഉയരങ്ങളിലേക്ക് പാറിപ്പറക്കാനായി, അവൻ്റെ പാപക്കറകളെ മായ്ച്ചുകൊണ്ട് നല്ല നല്ല ജീവിത ചിട്ടകളെ വളർത്തിയെടുക്കാനായിട്ട് നല്ല അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഒരു വർഷത്തിലുള്ള പ്രത്യേകമാക്കപ്പെട്ട മാസങ്ങൾ, അതിൽ തന്നെ പ്രത്യേകമാക്കപ്പെട്ട ദിവസങ്ങൾ, അതിൽ തന്നെ പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങൾ, അത് ജീവിതത്തിൽ വന്ന വീഴ്ചകളെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പുതിയൊരു നന്മകൾ ആവർത്തിച്ചുകൊണ്ട്, അതായത് നല്ല നല്ല ജീവിത സംസ്കാരങ്ങൾ, നല്ല നല്ല അമാലുകൾ ചെയ്തുകൊണ്ട് പാപക്കറകൾ തൗബയിലൂടെ മായിച്ച് തയ്യാറാക്കാൻ വേണ്ടിയ അവസരങ്ങളാണ്. പക്ഷേ പലരും അതിനെ വേണ്ട രൂപത്തിൽ മുതലെടുക്കുന്നില്ല എന്നതാണ് വളരെയധികം ഖേദകരമായൊരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 ഹദീസ് ഉണ്ട് ഈ നമ്മൾ ഈ ടൈം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രാതിനിധ്യത്തെ കുറിക്കുന്ന 2 ഹദീസുകൾ നമുക്ക് കാണാം. ഒന്നാമത്തെ ഹദീസിൻ്റെ ചുരുക്കം എന്തെന്നാൽ, സമയവും ആരോഗ്യവുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്തുകളിൽപ്പെട്ടതാണ് സമയവും ആരോഗ്യം. ഇതിനെങ്ങനെ യൂസ് ചെയ്യുന്നോ, എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നോ, എങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ അനന്തരഫലങ്ങൾ. അതിൻ്റെ ഒരു അനന്തരഫലം എന്നോണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, മഹ്ശറയിൽ തനിക്ക് കിട്ടിയ സമയങ്ങളെക്കുറിച്ച് ഉത്തരം പറയാതെ ഒരാളുടെയും കാലനങ്ങുകയില്ല. അല്ലാഹു തആലയോട് അല്ലാഹു തആല തന്ന സമയത്തെ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ള അതിനുള്ള മറുപടി നൽകാതെ നമ്മുടെ കാലനക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ സമയത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ എന്തായാലും ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ മുഹറത്തിലെ വളരെയധികം പവിത്രമാക്കപ്പെട്ടൊരു ദിവസമാണ് ആശുറാ, താസുആ.
ദിനരാത്രങ്ങൾ. അതിൽ മുഹറം 10 നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പം ഇത്തരം അവസരങ്ങൾ നമുക്ക് കിട്ടിയിട്ടും നമ്മളതിനെ മുതലെടുക്കാതെ പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മളായിരിക്കും ഏറ്റവും വലിയ പരാജിതർ എന്ന് നമുക്ക് ഒരു സംശയമോ ഒരു നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും.